ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ ഞങ്ങളിന്ന് വീട്ടിലൊക്കെ ഇരുന്ന് മടുത്ത് കഴിഞ്ഞിട്ട് ഇതേ പറമ്പിലേക്ക് ഇച്ചിരി ഒട്ടുപാലും ഒക്കെ പെറുക്കാനായിട്ട് വന്നേക്കും. അപ്പോൾ ഇതേ ഭയങ്കര മഴ, എന്നാലും വേണ്ടില്ല, ഉള്ളതൊക്കെ ഒന്ന് കുത്തിപ്പറിച്ചെടുത്ത് പോകാമെന്നോർത്തുകൊണ്ട് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് പയ്യെ പറമ്പിലേക്ക് ഒട്ടുപാലും പെറുക്കാൻ ഇറങ്ങിയേക്കുക. ഒരാളവിടെ നിന്ന് ഒട്ടുപാല് കുത്തിപ്പെറുക്കുവാണ്. അപ്പം ഈ ഇറങ്ങിപ്പോകുന്ന വഴിക്കുന്ന എപ്പോഴാണ് താഴെ വീഴുന്നതെന്ന് അറിയത്തില്ല. ദേ നമ്മുടെ മുതലാളി റബ്ബർ വെട്ടുകയും ഒട്ടുപാലെടുക്കുകയും കൂടെ പാവം. ദേ എന്നെ പിന്നെ ഒരു ധൈര്യത്തിന് കൂട്ടുകൊണ്ടുവന്ന മഴയായതുകൊണ്ട്. കണ്ടോ, എനിക്ക് പെറുക്കാൻ അവിടെ ഇട്ടിട്ട് പോകുക ഓരോന്നോരോന്ന്. ഒട്ടുപാല് പാലായിട്ടൊന്നും എടുക്കുന്നില്ല, അടിപൊളി സ്മെല്ലാട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒട്ടുപാലിനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാമായിരിക്കും. കമ്പൊന്നും കണ്ടി അവരുടെ ടെക്നോളജി അനുസരിച്ച് അവർ റബ്ബർ വെട്ടിയാലും ഇപ്പോൾ കൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്നാൽ അതുമൊക്കെ എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒട്ടുപാലൊന്ന് പെറുക്കി എടുത്തിടാം. ഇങ്ങനെയായിരിക്കുമല്ലോ നിങ്ങളുടെയൊക്കെ എവിടെ ഒട്ടുപാല് കിട്ടുന്നത്. വെള്ളമൊക്കെ ആയിട്ട് ബക്കറ്റും ഒക്കെ ആയിട്ട് വന്നേക്കുന്നു. തോർത്തും വെള്ളവും ബക്കറ്റും. എപ്പോഴും നമ്മൾ പെരയ്ക്കാതിരുന്ന കുക്കിങ് തന്നെയല്ലേ വീഡിയോ, എന്നാൽ വല്ലപ്പോഴും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് കാണാമല്ലോ. പക്ഷെ ഇറങ്ങിപ്പോകുക എന്നുള്ള ഈ മഴയും കൂടെ കഴിയും ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് പെറുക്കാം. ഏതാ? രണ്ടുപേരും കൂടെ വെറുതെ കയ്യെ പറ്റിക്കണ്ട. എന്നെയും കൂടെ വെട്ടാൻ പഠിപ്പിക്കുവാണെങ്കിലേ. ഇപ്പം നമുക്കാണ്ട് നമ്മുടെ ഇലിമ്പിയയിൽ കുറച്ച് ഇലുമ്പുളി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പറിച്ചുകൊണ്ട് പോകാം. അപ്പോൾ പോവുകയാണെങ്കിൽ നമുക്കതൊന്ന് അച്ചാറും ഇടാം. ഒരു കമ്പൊക്കെ എടുത്ത് വേണോ തല്ലി പറിക്കണമെങ്കിൽ. ഇല്ല, പാമ്പൊക്കെ ഉണ്ടോയെന്നും അറിയത്തില്ല. ഒരു കമ്പൊക്കെ എടുത്ത് നമുക്കൊന്ന് അടിച്ച് പറിക്കാം, അല്ലാതെ പറിക്കത്തില്ല ഇതിനകത്തുനിന്ന്. ഇത് കണ്ടോ ഇലിമ്പി, ഇത് കാണാവോ ഇലിമ്പിപ്പുളി കിടപ്പുണ്ട്, കുറച്ചേ ഉള്ളൂ. നേരത്തെ ഇത് ചൂട് തൊട്ട് ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് കൊടിയെല്ലാം കയറിയേക്കുന്നതുകൊണ്ടേ ഇല്ല. ഏതായാലും ഞാൻ ഉള്ളതൊന്ന് പറിച്ചെടുക്കാവേ. എല്ലായിടത്തും ഇലിമ്പിക്കാടെയൊക്കെ സീസണാണോയെന്നറിയത്തില്ല. ഏതായാലും നിപ്പുണ്ട്, ഉള്ളത് ഞാനൊന്ന് പറിച്ചെടുക്കാം. ഒത്തിരി കിടപ്പുണ്ടായിരുന്നു, എല്ലാം പൊഴിഞ്ഞു പോയി. ശരി, ഏതായാലും ഉള്ളതൊന്ന് പറിച്ചെടുക്കാം. ഞാനാണെങ്കിൽ പാത്രമൊന്നും കൂടൊന്നും കൊണ്ടൊന്നുമില്ല. അവിടെ എങ്ങനെ കൂടിയിരിപ്പുണ്ടെങ്കിൽ ഒരു കൂടിനകത്ത് എടുത്തിട്ട് ഞാൻ നോക്കട്ടെ. ഇവിടെ കണ്ടോ, ദൈവം എല്ലാം തരുമെന്ന് പറഞ്ഞാലേ ഇതെവിടെ രണ്ട് കൂടിയിരിപ്പുള്ളൂ. എന്നാ കൂടാന്നറിയത്തില്ല. അതൊക്കെ ഒച്ചു അട്ടയാക്കി അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ഞാൻ കുറച്ച് എല്ലാം പറിച്ചു. പക്ഷേ അതിൽ കൂടുതൽ പറിക്കാൻ പറ്റിയായിരുന്നു. ഇതുണ്ടെന്ന് ഓർത്തൊന്നും അല്ല വന്നത്. വന്നപ്പം നല്ല അമ്പിടി അച്ചാറിടാനായിട്ട് കിട്ടി. നല്ല മുഴുത്ത മഴയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം എന്തേരം കിട്ടിയെന്നേ. ഇതുകൊണ്ട് ഇത്രയും ഫ്രഷായിട്ടുള്ള ഇലിമ്പപ്പുളി കിട്ടിയിട്ടുണ്ടോ. വെറുതെ കളയണ്ടല്ലോ നമ്മൾ. ഞാൻ പിന്നെ അവിടെ കിടന്നൊരു കൂടുമൊക്കെ എടുത്ത് അതിനകത്താക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കൂടൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. നമുക്ക് വീട്ടിൽ പോയി നല്ല സൂപ്പർ ഒരു അച്ചാറിടാം. വെറുതെ എന്തിനാണ് നമ്മൾ നമ്മുടെ പറമ്പിലെ കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ കളയണം. ഇനി മേളിലേക്ക് പോയാൽ എനിക്കൊന്ന് പൈനാപ്പിൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ എപ്പോഴൊന്നും വരാറില്ലല്ലോ. അതുകൊണ്ട് പറമ്പിൻ്റെ അതിരെ കൂടെ ഒഴുകുന്നൊരു കുഞ്ഞരുവിത്തോട്. ഇനി ഇതേ ഈ കണ്ടേക്കുന്നൊക്കെ ഈ പ്രാവശ്യം ഇതുകൊണ്ട് പച്ചക്കറിയൊക്കെ നട്ടേക്കുന്നതാണ്. ഇത് ചീര കൊണ്ട് നട്ടേക്കുന്ന കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നല്ല ചുമന്ന ചീരയാണേ. പിന്നെ നമ്മൾ ഏത്തവാഴ വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടോ മുഴുവൻ പന്നിശല്യമാണ്. ഇതുകൊണ്ട് ഏത്തവാഴ ഇങ്ങനെ
കവറ് കെട്ടി വെച്ചേക്കുവാണ്. ഇത് പന്നി കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. ബാക്കിയെല്ലാം കുത്തി ഒത്തിരി കുത്തി കളഞ്ഞു. ഇതുണ്ടോ, ഇതിനകത്തെല്ലാം മുളച്ച് വരുന്നുണ്ട്. നമ്മൾ ഇത്രയും ഭാഗത്ത് കുറച്ച് ഏത്തവാഴയെല്ലാം അവിടെ നട്ടു വെച്ചേക്കുക. നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒന്ന് കയറി വരാനോ എടുക്കാനോ ഒക്കെ പറ്റുള്ളൂ. പിന്നെ ഈ നിൽക്കുന്ന ഇത് നീലേമരിയാണെന്ന് ആണെന്നാണ് പറയുന്നത്, പണിക്കാർ പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല, അറിയാവുന്നൊരു ഇതിൻ്റെ പേരൊന്ന് പറയണേ. ഇത് നീലേമരിയാണെന്ന് പറഞ്ഞാൽ അവർ നിർത്തിയൊരു കുഞ്ഞ് കായൊക്കെ ഉണ്ട്. ഇതുണ്ടോ, അറിയത്തില്ല എന്നാ സംഭവമാണ്. പിന്നെ ഇതേ നമ്മുടെ വേമ്പൊക്കെ നിൽപ്പുണ്ട് ഒത്തിരി. നമ്മളിങ്ങനെ വല്ലപ്പോഴും ഇതിനകത്തൂടെയൊക്കെ വരാറുള്ളൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുവന്നിട്ട് അതെല്ലാം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. പക്ഷേ അത് കയറുന്നുണ്ട്, കായ്ക്കുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതേ മുളകൊക്കെ പറിക്കാറായിട്ടുണ്ട്. മുളകൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മഴയായപ്പോഴത്തേക്ക് എൻ്റെ സൗണ്ടിന് ഭയങ്കര പ്രശ്നം. അപ്പം ഞാൻ ഇങ്ങനെ ഇതിനകത്തൂടെയൊക്കെ ഒന്ന് കയറി. ഇതിനകത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അടുത്തുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. പക്ഷേ ഈ കവറ് കെട്ടാത്തതെല്ലാം എന്താ പറയുന്നത്, പന്നി കുത്തി കളയുമോ എന്നറിയത്തില്ല നമ്മുടെ വാഴയൊക്കെ. പക്ഷേ ഏത്തവാഴയായിരുന്നു, കിട്ടിയായിരുന്നല്ലായിരുന്നു. പക്ഷേ മൊത്തം പന്നിയായി ഈ പ്രദേശം മുഴുവൻ. പിന്നെ എന്നാ ചെയ്യാനാണെന്ന് പറയാം. അപ്പം ഞാൻ മുളച്ച് വരുന്നുണ്ട്. അയ്യോ, ഇതുകൊണ്ട് മുളച്ച് വന്നതെല്ലാം പന്നി കുത്തി കളഞ്ഞേക്കുവാണ്. കഷ്ടമുണ്ട്. ഈ സാധനം ജീവിക്കാൻ മനുഷ്യൻ അനുവദിക്കുകയെന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് 3-4 മൂട് കുത്തിക്കളഞ്ഞ്. കഷ്ടം, ദൈവമേ മതി. പിന്നെ കൊടിക്കുള്ള കാല് ഇട്ട് വെച്ചേക്കുവാണ്. അത് കൊടി ഇട്ടതൊന്നും പിടിച്ചുമില്ല. അന്നേരം കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര വെയിലല്ലായിരുന്നു. അത് കാരണം ആ വഴുപ്പിൽ അങ്ങനെ അങ്ങ് പോയത്. ഇതുകൊണ്ടിടത്തോളം കൊടിയിട്ടതിൻ്റെ എല്ലാം കൂടെ ചൂട്ടിക്കൂടി. ഇതുകൊണ്ട് ഈ വൃത്തികെട്ട സാധനം കയറി വരും. ഇതുകൊണ്ട് ഇത് കയറി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൊടി പോയെന്ന് കൂട്ടിക്കേണ്ടത്. ഒരു തണ്ടൊന്ന് പിടിച്ച് വരുമ്പോഴത്തേക്ക് ഈ സാധനം കയറി അകത്തേക്കൂടെ ആവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചൊക്കെ കളഞ്ഞ് നമ്മളടുത്തൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും കയറി വരുമെന്നേ നമ്മുടെ പറമ്പിൽ. അതിൻ്റെയൊക്കെ ബാക്കി നോക്കി കണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇവിടുന്ന് ഇത്രയും സ്ഥലമുണ്ട്. പക്ഷെ നമുക്കത് വന്നെത്താനായിട്ട് പറ്റുന്നില്ല. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാണ്ട്. അപ്പോൾ ഈ പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഉള്ള സമയത്ത്, റോജാന് വർക്കില്ലാത്ത സമയത്തല്ലേ, സൈറ്റിലൊക്കെ പോയിട്ട് വരുന്ന സമയത്തല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. അല്ലാതെ എപ്പോഴും നമുക്കിങ്ങനെ വരാനും പറ്റിയല്ല. ഇതെല്ലാം ഒത്തിരി കാട് പിടിച്ച് കിടന്നായിരുന്നു. ഇതെല്ലാം ഒന്ന് തെളിച്ച് പെറുക്കി ഒന്ന് വൃത്തിയാക്കി എടുത്തേച്ചാണ് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. ഒരാൾ തന്നെ എന്തൊക്കെ ചെയ്യാനാണ്. പക്ഷേ ഇത് കടപ്ലാവും ഒക്കെ ഇഷ്ടം എല്ലാ സാധനവും നമുക്കൊരു കുടുംബത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഉണ്ട്. നമുക്ക് ഇച്ചിരി ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സംഭവം. കൊടി മൊത്തം കൊടിയിട്ടേക്കുന്നതാണ്. പക്ഷേ ഇനിയിപ്പം കൊടുത്തലെല്ലാം വെയിൽ തുടങ്ങിപ്പോയി. അപ്പോൾ ഇത് കയറി വരുമോ എന്നറിയത്തില്ല. കൊന്നക്കമ്പയ്ക്കാണ് നാട്ടി കൊടുത്തേക്കുന്നേ. അറിയത്തില്ല കയറി വരുമോ എന്തുവാണെന്ന്. ഞാനിവിടെ കയറി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഇടപാട് തെറ്റി. നമ്മളെപ്പോഴും ഈ പെരയ്ക്കകത്തിരുന്ന് കുക്കിങ്ങും ഒക്കെ ആയിട്ടല്ലേ നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. നമ്മളിങ്ങനെ അങ്ങനെ പറമ്പിലേക്കൊക്കെ ഞാൻ ഇറക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഇറങ്ങുന്നുള്ളൂ. ഇവിടെ കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ അണച്ച് എൻ്റെ ഇടപാട് തെറ്റി. പിന്നെ എന്താ കശുമാവും ഒക്കെയാണ് ഞങ്ങൾ ഹൈ റേഞ്ചുകാർ കശുമാവെന്നൊക്കെ പറയും. ഇവരെന്തോ പറങ്കിന്നൊക്കെ ഈ നാട്ടുകാർ പറയും. പക്ഷേ ഇതെല്ലാം പിടിപ്പിച്ചെടുത്താൽ നല്ല സ്ഥലമായിരുന്നു. കൃഷിയൊക്കെ ചെയ്യാതെ കിടന്ന് റബ്ബർ വെച്ചിട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞ് സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ.
അപ്പുറം ഇപ്പം അയ്യോ അണച്ചിട്ട് പാടില്ല കയറി വരും. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഹൈ റേഞ്ചുകാരായതുകൊണ്ട് നമുക്ക് പിന്നെ കൃഷിയെക്കുറിച്ചൊന്നും കൂടുതൽ ഒന്നും ആരും പറയുകയൊന്നും വേണ്ട. നമുക്കറിയാവുന്ന നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ കൃഷി കണ്ടു വളർന്നുകൊണ്ട്. പിന്നെ അങ്ങ് വരെ എന്തേലും കഴിഞ്ഞ ഒരു കുറച്ച് ദിവസമായുള്ളൂ ഇതിനകത്ത് ഇതിൻ്റെ കാടെല്ലാം കൂടെ വെട്ടി തെളിച്ചിട്ട്. പക്ഷേ അന്നേരത്തേക്ക് നോക്കിയാൽ മൊത്തം പിന്നെ കാടായി. ഇത് ഞാൻ പകുതി വരെയേ ഞാൻ വന്നുള്ളൂ സത്യത്തിൽ കയറി. ഇനി അങ്ങ് കിടക്കുവാണ് നീണ്ടത്. ഇതൊക്കെ നമ്മുടെയൊക്കെ കാലം കൊണ്ട് എല്ലാവരും കൃഷിയൊക്കെ തീർക്കും. ഇനിയുള്ള കാലത്ത് പിള്ളേരൊന്നും കൃഷിയൊന്നും ആരും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇനിയുള്ള തലമുറയ്ക്കൊക്കെ കൃഷിയെക്കുറിച്ചൊന്നും. ഇനിയിപ്പം മേളിലേക്ക് ഇതേണ്ട പിന്നെ അങ്ങോട്ട് ഇനിയെ കൊണ്ട് അങ്ങ് വരെ കയറിപ്പോകാണ്ട് പറ്റിയരുത്. പിന്നെ മേളിലേക്ക് സ്ഥലം കിടക്കുന്നേ. ഇത് കണ്ടോ, അങ്ങ് മേളിലേക്ക് കിടക്കുവാണ് സ്ഥലം. പക്ഷേ എന്നെക്കൊണ്ടിത് അങ്ങ് മണ്ടേ വരെ കയറിപ്പോകാനുള്ളൊരു ഒന്നാമത്തെ മഴക്കാറാണ്. ഇതുകൊണ്ട് അങ്ങേ അക്കരയും നമ്മൾ റോഡിൽ നിന്ന് ഇറങ്ങി വന്നിങ്ങനെ താഴെ കൂടെ വന്ന് കയറി ഇങ്ങനെ ഇത് വരെ. ഇനി മേളിലേക്കൊന്നും പോകാൻ പറ്റിയ ഞാൻ വിയർത്ത് കുളിച്ച് ഒരു പരുവായി. ഞാൻ ഇപ്പോൾ അങ്ങ് മണ്ടേ വരെ കയറിപ്പോകാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. അതിനിടയ്ക്ക് ഞാൻ ഇലിമ്പിക്ക തള്ളി പറിക്കാനായിട്ട് പോയി. അപ്പോൾ ഇവിടെ നമ്മൾ പറമ്പിലിറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു കറിക്കുള്ള ചീര കിട്ടും. ഇതുണ്ടോ നമ്മുടെ കറിവേപ്പില ചീര. ഇതാണ് നമ്മുടെ പറമ്പിൽ വന്നാലത്തെ ഗുണമാണിതൊക്കെ. നമുക്ക് എപ്പോഴും കയറി വരത്തുമില്ലല്ലോ. ഇലിമ്പിക്കയായി ചീരയായി ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കൊരു തോരൻ കറിക്കുള്ള ചീരയും കൂടെ പറിച്ചെടുക്കാവേ. അപ്പോൾ ഇത് കണ്ടോ, അങ്ങനെ ഞാൻ നമുക്കൊരു തോരനുള്ള ചീരയും പറിച്ചു. അപ്പം എന്താ വരുവാണെങ്കിൽ നമുക്ക് ഇപ്പം നോയമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരു കുഞ്ഞ് തോരൻ വെക്കാനുള്ളൊക്കെ ചീരയായി. കടപ്പളമുണ്ട്, പക്ഷേ കടച്ചക്കയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഇലിമ്പിപ്പുളിയായി, ചീരയായി. ഇതൊക്കെ വെറുതെ നമ്മൾ കളയുന്ന സാധനങ്ങളല്ലേ. നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കയറി വരുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇപ്പം വെയിലായോണ്ട് എന്താ പറയുക, മഴക്കാറായോണ്ട് അപ്പടി അങ്ങിരുണ്ട് കിടക്കുന്നത്. നമ്മുടെ അത്യാവശ്യ സംഭവങ്ങളൊക്കെ നമ്മൾ പറിച്ചു. റോജാനത് പാവം ഓടുന്നതുകൊണ്ട് വെട്ടുവാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്. രാവിലെ ആരും ഒന്ന് വെട്ടിത്തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്, ഭയങ്കര വെയിറ്റുമാണ്. അപ്പോൾ പിന്നെ ആരെയും ആശ്രയിക്കണം, നമുക്ക് തന്നെ വെട്ടാമെന്നും പറഞ്ഞുകൊണ്ട് പോയി വെട്ടുന്നതാണ്. സൈറ്റിൽ പോക്കും പണിയാരെവിടിയിലും എല്ലായിടത്തും ഓടണ്ടേ ഒരാൾ തന്നെ. അതിനിടയ്ക്ക് ബാഡ്മിൻ്റൺ കോർട്ടിൽ പോക്കും ഒക്കെ. ഒരു ദിവസം നമുക്ക് കോർട്ടിൻ്റെ വീഡിയോ എല്ലാം ഞാൻ എടുക്കാം. ഒരു ദിവസം ഞാൻ എടുത്ത് കാണിക്കാം. ഇറങ്ങി വരുമ്പോൾ നമുക്കിങ്ങനെയൊന്ന് കാലുമൊക്കെ ഒന്ന് കഴുകി അങ്ങ് മിന്നായം പോലെ അവിടെ ഒന്ന് വെട്ടുന്നുണ്ട്. റോജ, ആ ഏത്തവാഴക്കൊലയെല്ലാം മുളച്ചേ, അതിലെല്ലാം മറ്റേ ഈ സംഭവമില്ല നമ്മുടെ കൂട്, അത് മേടിച്ച് കെട്ടി 2 എണ്ണേ കുത്തി കളഞ്ഞിട്ടുള്ളൂ. നാളെ കൊണ്ടേ അത് കെട്ടണം, അല്ലേ അത് തിന്ന് തീർക്കും കേട്ടോ. കഴിഞ്ഞ വെട്ട് ഇഷ്ടം പോലെ വിറക് കിടപ്പുണ്ട്, പെറുക്കിക്കൊണ്ട് പോകാൻ പറ്റും ദൂരമാണ്. എന്നും നല്ല ഫുൾ വേഷത്തിൽ വെട്ടു. ഇന്ന് പിന്നെ ഒരു പന്ന വേഷത്തിലാണ് വെട്ടാൻ വന്നേക്കുന്നത്. കാന്താരിയാണ് ഇഷ്ടം പോലെ നിൽക്കുന്നത്. കുറച്ച് കാന്താരിയും പറിച്ചുകൊണ്ട് പോകും വന്ന്. കാന്താരി അല്ലേ, ഇത് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ചീരയായി, കാന്താരിയായി, ഇലിമ്പിപ്പുളിയായി. നമ്മൾ പറമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറമ്പിൽ കൂടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാനും ഓർക്കും പോയാലോ എന്ന്. പക്ഷേ പോകാനുള്ളൊരു
തന്നെ എനിക്ക് വരാൻ പറ്റിയില്ല, വന്ന് തന്നെ നമുക്ക് നിൽക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വരികയില്ല. നമ്മൾ ആ വീടിനകത്ത് തന്നെ ഇരുന്നുകൊണ്ടുള്ള ഇത് ചെയ്യും. നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസൊക്കെ ചെയ്യാം. ഞാൻ ഈ കാന്താരി ഒന്ന് പറിച്ചെടുക്കട്ടെ. വിറകൊക്കെ കിടക്കുന്നുണ്ട്, കൊതിയാവും. എന്ത് വിറകാണ് കിടക്കുന്നത്. ആർക്കും കൊണ്ട് വേണ്ടതാനും. പണ്ടൊക്കെയാണെങ്കിൽ ആൾക്കാർ പറമ്പിൽ കൂടെ വിറകെല്ലാം പെറുക്കി പോകുമായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ കാന്താരി പറിക്കലൊന്നും കഴിഞ്ഞു. ഇത്രേ ഞാൻ പറിച്ചിട്ടുള്ളൂ. ബാക്കി കൂടെ ഞാൻ പറിച്ചെടുക്കട്ടെ. കർഷകൻ ബാ കർഷക. എല്ലാ പണിയും അറിയാവുന്നതുകൊണ്ട് പിന്നെ ഒരു പണിക്ക് മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പറമ്പിൽ കൂടെ വന്ന് ഈ വള്ളിയൊക്കെ ഒന്ന് ചെത്തി കണ്ടിച്ച് കളഞ്ഞാൽ തന്നെ ആവുള്ളൂ. ഇങ്ങനെ എവിടെയൊക്കെ കൂടിയിടുന്നത്. ഇനിയിപ്പോൾ ഇത് പിടിച്ചില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് മറ്റേ തവാറിന ഇട്ടിട്ട് നമുക്ക് എന്തെല്ലാം പണിയാ ഒന്നിച്ച് ചെയ്യുന്നു. ഏതിൻ്റെയാ? അപ്പം നമ്മുടെ ഇന്നത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പിടിച്ചു. അപ്പോൾ ഇതേ ഞങ്ങളങ്ങനെ പറമ്പിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക് പോവുകയാണ്. സമയം എത്രയായി? ഞങ്ങൾ വന്നപ്പോൾ ഒരു 10 മണിയായി, 12 മണി 1 മണിയായി. ഇത്ര നേരത്തെ പരിപാടിയാണ്. ഇലിമ്പിക്ക പറിച്ചു, കാന്താരി പറിച്ചു, കുറേ കൊടുത്തലയിട്ടു. പിന്നെ എന്തുവായിരുന്നു, മറ്റേ ഒട്ടുപാലിളക്കി, റബ്ബർ വെട്ടി. അങ്ങനെ വിറകൊക്കെ കിടപ്പുണ്ട് പെറുക്കിയെടുക്കാനായിട്ട്. പക്ഷേ അതിനെയൊക്കെ എപ്പോഴേലൊക്കെ വരുമ്പോഴേ പറ്റുള്ളൂ, അല്ലാതെ ഇപ്പം എല്ലാം കൂടെ ഒന്നും പറ്റിയല്ല. അപ്പം പയ്യെ കയറി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ചുമ്മാ ഒരു രസം. എപ്പോഴും പെരയ്ക്കകത്ത് തന്നെ ഇരുന്നുള്ള ഇതല്ലേ കാണുന്നത്. അപ്പോൾ വേറെ ഒന്നും ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് വാഴക്കൊലിയൊന്നും മൂത്തില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഉള്ളതൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയതാണ്. ഇപ്പോൾ ഒരു വാഴപ്പിണ്ടി വെട്ടിയെടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് മടുത്തു, ഇനി അത് പറ്റിയല്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾ കയറി മണ്ടേ ചെന്ന് പോവുക. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പെരയ്ക്കകത്ത് തന്നെ ഇരുന്ന് കുക്കിങ്ങും പെരയ്ക്കാവും മാത്രമല്ലേ കാണുന്നുള്ളൂ. നമുക്കും പുറം ലോകമായിട്ടൊരു ഇതില്ലല്ലോ. ഇതെടുത്തോളൂ ഈ കുടയും ഇതുമൊക്കെ. അപ്പോൾ പയ്യെ കയറി പോവുക. 10 വന്നാൽ ഞങ്ങൾ 12 മണി 1 മണിയോളമായി സമയം. ഇപ്പോൾ പിന്നിപ്പം വീട്ടിൽ ചെല്ലുക. പിള്ളേർ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലുക. പിള്ളേർ വരുമ്പോഴത്തേക്ക് ഇനി കാപ്പി ഉണ്ടാക്കിയതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ നമ്മുടേത് പോയി കിട്ടി. അപ്പോൾ കയറി മണ്ടയിലേക്ക് ചെല്ലണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. അപ്പോൾ നമ്മളിത് പറമ്പിൽ കൂടെ പോയപ്പം ഇന്ന് നമുക്ക് കിട്ടിയ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ ചേന മാത്രം പറിക്കുന്നത് കാണിച്ചില്ലായിരുന്നു. ആ ചേനയും മേളിൽ കയറി വന്നപ്പോൾ അവിടെ എടുത്ത് നിന്നാണ് തണ്ടൊക്കെ വീണ് പോയിട്ട്. പിന്നെ ഞാൻ അതും ഇങ്ങനെ പറിച്ചു. ഇത്രയും കാന്താരിയുണ്ട്, ചീരയുണ്ട്, ഇത്രയും ഇരുമ്പിപ്പുളിയുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ചുമ്മാ ഒന്ന് ജസ്റ്റ് കയറിപ്പോയപ്പോൾ നമ്മൾ വെറുതെ കളയാതെ എടുത്തുകൊണ്ട് വന്നാണ്